ഹായ്, ഇത് ഒരു 3-വേ ക്രോസ് ഓവർ നെറ്റ്വർക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചാനൽ 2 കുറച്ച് നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഹമ്മിങ് കയറി വരിക. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ചാനൽ 2-ലെ ഓപ്പൺ ബേസ് കംപ്ലൈൻറ്റാണ്. സ്റ്റാർട്ടിംഗ് ഒന്നും കുഴപ്പമില്ല, ഓപ്പൺ ബേസ് കുറച്ച് കഴിയുമ്പോൾ ആൾ പണി തരിക. അപ്പോൾ ഈ ഓപ്പൺ ബേസ് എല്ലാം ഈ നമ്പർ നമുക്കിവിടെ കിട്ടാൻ ചാൻസ് കുറവാണ്, ഇതിലുള്ള നമ്പർ. അപ്പോൾ അതിന് ഈക്വലൻ്റ് എല്ലാം 4558 കിട്ടാൻ മതി. ഓപ്പൺ ബേസ് ബാക്ക് സൈഡ് കാണിച്ചാൽ, കാരണം ഇതിന് ഒരു ഇൻപുട്ട് ഇവിടെ കൊടുത്താൽ നമുക്ക് ഹൈ മിഡ് സബ്വൂഫറിന് അങ്ങനെ 3-വേ ആയിട്ട് ഉപയോഗിക്കുന്ന ക്രോസ് ഓവർ നെറ്റ്വർക്കാണ് കേട്ടോ. അപ്പോൾ ചിലർ പറയും ഇതിൻ്റെ വോളിയം കൺട്രോളിൽ ഇതായിട്ടാണ് സൗണ്ട് വരുന്നത്. ഈ വോളിയം കൺട്രോൾ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ പരപരപ്പേ കയറി വരുള്ളൂ, അതല്ലാതെ ഈ കുഴൽ ഊതുന്ന സൗണ്ടും പീപ്പി ഊതുന്ന സൗണ്ടൊന്നും കൺട്രോള് ഇങ്ങനത്തെ പ്രൊഫഷണൽ സാധനങ്ങൾ കൺട്രോൾ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ വരാൻ ചാൻസ് വളരെ കുറവാണ്. ഇവിടുത്തെ കിട്ടിയാലും കുറവാണ്, നമ്മളൊരു എക്സ്പീരിയൻസാണ് പറയുന്നത്. അപ്പോൾ ചെക്ക് ചെയ്ത് വന്നപ്പോൾ ഈ ഓപ്പൺ ബേസ് കുറച്ച് നേരം വർക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്. മറ്റേത് രണ്ടും നോർമലി ഹീറ്റുള്ളൂ. നോർമലി ഹീറ്റ് എന്ന് പറയാനില്ല, തൊട്ടാൽ ഹീറ്റായിട്ട് തോന്നണില്ല. പക്ഷേ ഈ ഓപ്പൺ ബേസ് നന്നായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇത് ഡാമേജാണ്. സപ്പോസ് ഇത് ഡാമേജ് ആവുന്ന സമയത്ത് ഇതിന് ഇൻപുട്ടിലുള്ള റെസിസ്റ്റൻസ് ഏതെങ്കിലുമൊക്കെ ഒന്നുകൂടി ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റാണ് കാണിക്കണം. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇതാണ് ക്രോസ് ഓവർ നെറ്റ്വർക്ക് കേട്ടോ. ബിഗിനേഴ്സിന് ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോസൊക്കെ കിട്ടുന്നത്. ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അറിവ്, നമുക്കറിയണ അറിവ് മറ്റുള്ളവർക്ക് കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇത് എല്ലാ ഇതിലും ട്രാൻസ്ഫോമറിന് കവർ ചെയ്തിട്ടുണ്ടാവും. ഈ കവറിങ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹമ്മിങ് നോയ്സും ഇതിൻ്റെ ഈ പവറിൻ്റെ ലീക്ക് കൊണ്ട് ഇതിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് പ്ലേറ്റ് ഇട്ടിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.